5-ന് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോ ആദ്യമായിട്ട് നമുക്ക് ഒരു ദൈവപ്രാർത്ഥന, നമുക്ക് ഈ സമയത്ത് എഴുന്നേറ്റ് നമുക്ക് ഇനിയും ജീവിക്കാനുള്ളൊരു ആരോഗ്യവും ആയുസ്സും തന്ന ദൈവത്തിന് നമ്മൾ ഒരു നിമിഷം സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ് മോൾ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എനിക്കിന്നൊരു വീണ് കിട്ടിയ അവസരം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ 6:05-ന് സൂം സ്റ്റാർട്ട് ചെയ്യും. കേറാനുള്ള ആളുകൾ കയറിക്കോളും. നമ്മളെ ടൈം നമ്മ പാലിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഇത്തിരി വൈകി. നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അഭിലാഷ് സാറിനും മനോജ് സാറിനും വിളിച്ചപ്പോഴാണ് നമ്മുടെ MC ഏറ്റിരുന്ന വ്യക്തി യാത്രയിലാണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. മനോജ് സാറ് സംസാരിക്കാൻ പറഞ്ഞത്, അതായത് സുരേഷ് സാറിന് ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയം ഇത്തിരി വൈകിപ്പോയി. എങ്കിലും 2 വാക്ക് പറയാതെ പറ്റില്ലല്ലോ. നമ്മളെല്ലാവരും ഈശ്വരാനുഗ്രഹമുള്ള ആളുകളാണ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരും അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുമാണ് നമ്മൾ ഈ ഇരിക്കുന്നവരെല്ലാവരും. ഉപയോഗിക്കുന്നവർ മാത്രം അവരുപയോഗിച്ച് അവര് കിടന്ന് നല്ല സുഖമായ ഉറക്കത്തിലാണ്. പക്ഷെ നമ്മളിത് ഒരു വരുമാനം ഉദ്ദേശിച്ച് നിൽക്കുന്ന ആളുകളാണ്. ഈ വെളുപ്പാൻ കാലത്ത് മഴയായാലും കാറ്റായാലും മഞ്ഞായാലും കറക്റ്റ് ആ 5 മണിക്കും 4:30 മണിക്കും ഒക്കെ എഴുന്നേറ്റ് ഇതിൽ കയറുന്നത് നമുക്ക് രാവിലെ തന്നെ ഈ നമ്മ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഒരു മോട്ടിവേഷൻ, ഒരു അറിവ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ കമ്പനിയുടെ പല മെമ്പർമാരും പല ആളുകളും ഇതിനകത്ത് ക്ലാസ് എടുക്കാറുണ്ട്. ഓരോരുത്തരുടെ അറിവും കഴിവും അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അവയർനെസ് തരാറുണ്ട്. അത് നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പല പ്രാവശ്യം പഠിച്ച് ബൈഹാർട്ട് ആക്കിയിട്ട് നമുക്ക് 1 ആയിട്ട് നമുക്ക് പറയാനായിട്ട് നമുക്ക് ഓരോരുത്തരുടെ മുമ്പിൽ ചെന്ന് പറയാനുള്ള ഒരു ആർജവം, ഒരു അറിവ് നമ്മളിൽ ഉണ്ടാവണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വേറൊന്നുമല്ല, നമ്മൾ വിപണിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് പിന്നെ എന്നോട് വെളുപ്പിന് ഒരു കാര്യം പറഞ്ഞു, പറയാതെ പറ്റില്ല. അതായത് ക്യാൻസർ പേഷ്യന്റ് ആണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ക്യാൻസർ പേഷ്യൻസ് ഉപയോഗിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ബോഡി ബെനിഫിറ്റ് അവര് പറയുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാൻസർ മാറുന്ന മരുന്നല്ലത്, അല്ലെങ്കിൽ മറ്റൊരു രോഗം മാറുന്ന ഒരു മരുന്നായിട്ടല്ല ഞങ്ങളിത് പ്രൊമോട്ട് ചെയ്യുന്നത്. ശരീരത്തിന്റെ മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഭാസമാണിത് എന്ന് മാത്രം പറഞ്ഞ് അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഞാൻ നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ടൊരു വ്യക്തിനോട് അല്ലെങ്കിൽ ഒരു സദസ്സില് സംസാരിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇത് നമുക്ക് ഓരോ ലീഡേഴ്സും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബൈഹാർട്ടാക്കി വെച്ചെങ്കിലോ നമുക്കത് കറക്റ്റായിട്ട് ആ ജനത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ ഇതിനകത്ത് എല്ലാവരും പഠിക്കണം, പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും ദൈവാനുഗ്രഹമുള്ളവരാണ്. ദൈവപ്രീതി കിട്ടുന്നുണ്ട് നമുക്ക്. നമ്മൾ ഈ പ്രൊഡക്റ്റ് കോഴ്സ് ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്ക് ദൈവപ്രീതിയും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ സുരേഷ് സാറാണ്. അദ്ദേഹം ഈ മേഖലയില്, വെൽനസ് മേഖലയില് അനേകം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു മനുഷ്യ ശരീരത്തിനെ കീറിമുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന, അതായത് വിദഗ്ധ ഡോക്ടർമാര് സംസാരിക്കുന്നതിനേക്കാൾ പറഞ്ഞു തരാത്ത കാര്യങ്ങൾ വരെയും നമുക്ക് പറഞ്ഞു തരാൻ അറിവും കഴിവുള്ളൊരു മഹാവ്യക്തിയാണ് ഇന്ന് നമ്മുടെ സൂം ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി അനുമതിയോടെ കൂടി ഞാൻ അദ്ദേഹത്തെ ഈ സൂമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം സാർ. വെൽക്കം. താങ്ക് യു ഇക്ക, ഒരുപാട് നന്ദി. എന്തായാലും നമ്മളിന്ന് തുടങ്ങാനായിട്ട് അല്പം വൈകി. നമ്മൾ നിശ്ചയിച്ചിരുന്ന MC അദ്ദേഹത്തിന് ലിങ്ക് കയറാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ MC കൈകാര്യം ചെയ്ത ഇക്കോട് ഞാൻ വളരെ വലിയ സ്നേഹാദരവ് പ്രകടിപ്പിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ഓൾ. എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മുടെ ഈ പ്രോഗ്രാം എനിക്ക് മോർണിംഗ് വൈബിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്നും നമുക്ക് ഈ സൂം ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കൊരു കാവലാളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ മനോജ് തൃപ്പൂണിത്തുറ സാറ്, അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് മറ്റ് ലീഡേഴ്സ് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. പേര് സുരേഷ് എന്നാണ്. സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ്. കഴിഞ്ഞ
കുറച്ചധികം വർഷങ്ങളായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഇതൊരു ജീവിതമായിട്ട്, ഇതൊരു പ്രൊഫഷനായിട്ട്, ഒരു കരിയറായി കണ്ടുകൊണ്ട് ഇതിലൂടെ, ഈ മേഖലയിലൂടെ ജീവിതത്തിലെ വലിയ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വ്രതമെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രി, ഞാൻ എപ്പോഴും പറയും, എന്റെ ശരീരത്തിൽ ഓരോ കോശങ്ങളും വിശ്വസിക്കുന്നു, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ജീവിത മാർഗമാണ്. അങ്ങനെ ജീവിത മാർഗമായി സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് എന്നോടൊപ്പമുള്ള ഈ ബയോട്ടോറിയത്തിലെ ഫാമിലി മെമ്പേഴ്സ് ആണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇക്ക സംസാരിച്ച പോലെ ഉൽപ്പന്നം മാത്രം വാങ്ങിയ ആളുകൾ ഇപ്പോഴും പുതപ്പിനിടയിൽ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും. പക്ഷെ അതിലൂടെ ഇതൊരു വരുമാന മാർഗമായി കണ്ടിട്ടുള്ള, ഏറ്റെടുത്തിട്ടുള്ള വ്യക്തികളാണ് ആ ഉറക്കത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു ദിനചര്യയായിട്ട് രാവിലെ എന്നും ഈ സൂമിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ വലിയ അഭിനന്ദനം അറിയിക്കുന്ന ആളുകളാണ്. കാരണം നമ്മളെടുത്ത ഈ തീരുമാനം നമ്മുടെ വിജയത്തിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കൂടിയാണ്. വിജയിക്കാനെടുക്കുന്ന ഒരു തീരുമാനം വിജയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കൂടിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വിജയത്തിന്റെയും ഏതൊരു പ്രവൃത്തിയുടെയും പിന്നില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു തീരുമാനം, ഡിസിഷൻ മേക്കിംഗ് ആണ്. ഞാൻ ഈ ബയോട്ടോറിയം ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഉൽപ്പന്നം വാങ്ങാൻ തീരുമാനിക്കുന്നു. ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ആശയത്തെ എന്റെ ജീവിത മാർഗമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, തീരുമാനം എടുക്കുന്നു. അപ്പൊ നിങ്ങളെടുത്ത ആ തീരുമാനം, നമ്മളെടുത്തൊരു തീരുമാനം ഏറ്റവും പെർഫെക്റ്റ് ആണെന്നും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു ഓൾ. ഈ വിജയത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തു. ഇവിടെ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. മുന്നോട്ട് പോകണം. വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് മേഖലയിലും വിജയിക്കണമെങ്കിൽ ആ മേഖലയിൽ കേപ്പബിൾ ആവുക, അതായത് കഴിവുള്ള വ്യക്തിയായിട്ട് മാറാം. ആ മേഖലയിൽ കഴിവുള്ള വ്യക്തിയായിട്ട് മാറാം. ഇപ്പോ നന്നായി പാചകം ചെയ്യുന്ന വീട്ടമ്മമാർ ഈ കൂട്ടത്തിലുണ്ട്. അവർ മികച്ച പാചക വിദഗ്ധയായത് ഒരു ദിവസം കൊണ്ടല്ല, അവർ ജനിച്ചപ്പോഴേ അങ്ങനെയല്ല. ആ മേഖലയില് അവർ കഴിവുണ്ടാക്കിയെടുത്തതാണ്. നിരന്തരമായ പരിശ്രമത്തിലൂടെ, പ്രാക്ടീസിലൂടെ, കാഴ്ചകളിലൂടെ കണ്ടെത്തി അവർ വികസിപ്പിച്ചെടുത്തതാണ് അവരുടെ കഴിവുകളെല്ലാം തന്നെ. അപ്പൊ ഏത് മേഖലയിലായാലും ആ മേഖലയിൽ വിജയിക്കണമെങ്കിൽ അവിടെ കേപ്പബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ മേഖലയിൽ കഴിവുള്ളവർ ആവുക എന്നുള്ളതാണ്. ഇവിടെ MBA-കാരുണ്ടാവാം, വക്കീലന്മാരുണ്ടാവാം, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടാവാം, വീട്ടമ്മമാരുണ്ടാവാം. നമ്മൾ ആര് തന്നെ ആയാലും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ മേഖലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ, വിജയക്കൊടി പാറിക്കണമെങ്കിൽ ഈ മേഖലയിൽ കഴിവുള്ള വ്യക്തിയായി നമ്മൾ മാറണം. ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ കഴിവുകൾ നമ്മൾ സ്വീകരിക്കണം, നേടിയെടുക്കണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ്. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഈ ആശയം കേട്ട ആദ്യ ദിവസത്തിൽ ഈ മേഖലയെ കുറിച്ചുള്ള അറിവ് നമ്മുടെ സീറോ ആണ്, ബിഗ് സീറോ ആണ്. ഞാനും നിങ്ങളും മനോജ് സാറും ഇത് കേട്ട സമയത്ത് ബിഗ് സീറോ ആണ്. ഈ അവസരം പരിചയപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് ആ സീറോയിൽ നിന്നാണ് നമ്മൾ ഹീറോയിലേക്ക് യാത്ര ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കഴിവുകൾ സ്വീകരിക്കുന്നത്. ഈ കഴിവുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത് ഇവിടെ ഈ ബിസിനസ്സിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലാണ്. എന്ത് കാര്യവും നമ്മൾ പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്, ഓട്ടത്തിലാണെന്ന് പറയും. നാടൻ ഭാഷയില് പറയും, ഗുരുക്കന്മാര് നമ്മളോട് പറയാറുണ്ട്, ലീഡേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഓട്ടത്തിൽ പഠിക്കും. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എല്ലാം പഠിക്കുന്നത്. ഇവിടെ നോളേജ് സീറോ ആണ്, തുടങ്ങുന്ന സമയത്ത് എക്സ്പീരിയൻസ് സീറോ ആണ്, ലീഡർഷിപ്പ് ബിഗ് സീറോ ആണ്.
ലീഡർഷിപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിഗ് സീറോ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ കഴിവുകൾ ഉണ്ടാക്കുന്നത്. ഇത് ഒരു ടീം വർക്ക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ചെസ് കളിയല്ല, ഫുട്ബോളോ ക്രിക്കറ്റോ പോലെയുള്ള ഒരു ടീം വർക്കാണ്. ഒരു ടീം വർക്കിൽ ഓരോ വ്യക്തികൾക്കും കൃത്യമായ റോളുകളുണ്ട്. ആ റോളുകൾ അവരവർ സ്വയം ഏറ്റെടുക്കുമ്പോഴാണ് ആ വ്യക്തി ഇവിടെ വിജയിക്കുന്നത്. ആ വ്യക്തി ടീമിന്റെ ഭാഗമാകുമ്പോഴാണ് ആ വ്യക്തി ഇവിടെ വിജയിക്കുന്നത്. ഇവിടെ ഇവയോട്ടറിയം എന്ന് പറയുന്ന വളരെ വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റോക്കറ്റില് അതിന്റെ കൂടിയാണ് നമ്മൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. നമ്മളൊരു പക്ഷേ ആമയെ പോലെ ഇഴയുന്ന ഒരു വ്യക്തിയായിരിക്കാം. വളരെ ചെറിയ സ്വപ്നങ്ങളും ചെറിയ ആഗ്രഹങ്ങളും നമ്മളെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങളുമായിട്ടാണ് നമ്മളെല്ലാവരും ഇത് കടന്നു വരുന്നത്. ഭൂരിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല, ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ചിട്ട് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ തെറ്റായ ഒട്ടനവധി വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളില് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഉപബോധ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മാറ്റിമറിച്ചിട്ട് വേണം നമുക്കിവിടെ വിജയിക്കാൻ. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ ഏകദേശം 60,000-ലധികം ചിന്തകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നതാണ് പറയുന്നത്. 60,000-ലധികം ചിന്തകൾ. നമ്മൾ ഓരോ ദിവസവും 60,000-ലധികം ചിന്തകൾ നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടുന്നുണ്ട്. അതില് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ചിന്തകൾ ഏതാണോ അതുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളാണ് നമ്മളുടെ ഉപബോധ മനസ്സിൽ സ്വീകരിക്കപ്പെടുന്നത്. ആവർത്തിക്കപ്പെടുന്ന ചിന്തകൾ, നിരന്തരമായി നമ്മൾ ആവർത്തിക്കപ്പെടുന്ന ചിന്തകൾ, അത് നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ വിശ്വാസങ്ങളായി പ്രതിഷ്ഠിക്കപ്പെടും. ആ വിശ്വാസത്തിന്റെ തോതനുസരിച്ചാണ് ഓരോ വ്യക്തിയുടെയും വാക്കുകളും പ്രവൃത്തികളും വിജയങ്ങളും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്ത് കൂടുതൽ നേരം ഏതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ നിങ്ങളുടെ 60,000 65,000 ചിന്തകളിൽ ഈ ബയോട്ടോറിയത്തിനെ കുറിച്ച് എത്ര തവണ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്? അതുമായി ബന്ധപ്പെട്ട് എത്ര തവണ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? അങ്ങനെ കൂടുതൽ ചിന്തകൾ, നിങ്ങളുടെ ഒരു ദിവസത്തെ ചിന്തകളിൽ കൂടുതൽ ചിന്തകൾ ഈ ബയോട്ടോറിയവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ടീം വർക്കുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട്, ഫാമിലി ബോണസിനെ കുറിച്ച്, അവയർനെസിനെ കുറിച്ച്, ഇങ്ങനെയുള്ള നിരന്തരമായി ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം നമ്മളിൽ രൂപപ്പെടും. ആ വിശ്വാസ പ്രമാണമാണ് എന്നെയും നിങ്ങളെയും മുന്നോട്ട് നയിക്കുക. തീർച്ചയായിട്ടും അത് സാധ്യമാകുന്ന വ്യക്തികൾ ഇവിടെ വലിയ വലിയ അച്ചീവേഴ്സ് ആയിട്ട് മാറിയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ ഇതൊരു ടീം വർക്ക് ആണെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ആദ്യത്തെ ഒരു കാര്യം ഇതാണ്. ഇതൊരു ടീം വർക്കാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും വളരെ ആത്മാഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്, എനിക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകത്തിൽ ഒരാൾക്കും വേറെ വിജയിക്കാൻ കഴിയില്ല. ആ ഒരു വിശ്വാസം എന്നിലുണ്ടാകും. ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. മറ്റ് പല ആളുകളുടെയും പ്രശ്നം, അവരൊക്കെ മികച്ച ആളുകളാണ്, അവരൊക്കെ എന്നേക്കാൾ കഴിവുള്ള ആളുകളാണ്, എന്നേക്കാൾ അറിവുള്ള ആളുകളാണ്, എന്നേക്കാൾ വ്യത്യസ്തരാണ്, അവരൊക്കെ നല്ലതാണ്, ഞാൻ മോശം. ഈ ചിന്താഗതി, ഈ ചിന്താരീതി, ഈ വിശ്വാസ രീതി മാറ്റിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇവിടെ 100% കഴിവുള്ളവരായിട്ട് ആരുമില്ല. 100% പെർഫെക്ഷനായ ഒരു എഞ്ചിനും ഇന്ന് ലോകത്തെ ഈ ഭൂമിയിൽ ഉത്പാദിക്കപ്പെട്ടിട്ടില്ല. എററോട് കൂടിയാണ്, മിസ്റ്റേക്കുകളോട് കൂടി തന്നെയാണ് ഓരോ മനുഷ്യനും, ഓരോ എഞ്ചിനും, ഓരോ വസ്തുവുള്ളത്. വിജയിക്കുന്ന വ്യക്തികൾ അവരുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ, പരാജയപ്പെടുന്ന വ്യക്തികൾ അവരുടെ കുറവുകളിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. എനിക്കതില്ല, എനിക്കിതില്ല. പലപ്പോഴും സ്ത്രീകൾ പറയുന്ന ഒരു വാചകം നമ്മൾ കേൾക്കാറുണ്ട്, ഞാൻ ആണായിരുന്നെങ്കിൽ നന്നായി പ്രവർത്തിക്കുമായിരുന്നു. വിദ്യാഭ്യാസം കുറവ് ഉണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാചകമുണ്ട്, എനിക്ക് പഠിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മാറ്റിമറിച്ചേനെ. ഇങ്ങനെ
നമ്മൾ തന്നെ നമ്മുടെ കുറവുകളെ ഫോക്കസ് ചെയ്യും, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും, അതിൽ നിരാശനാവുകയാണ് ചെയ്യാറ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ കഴിവ് എന്താണോ ആ കഴിവിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. ഇപ്പോ കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രശസ്തനായ, അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇതില് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, ഒരു ശാരീരികമായുള്ള ഒരു പ്രശ്നമുണ്ട്, വിക്കലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ 10,000-കണക്കിന് ആളുകളാണ് തടിച്ചു കൂടാറുള്ളത്. ആ വിക്കലിനെ കുറിച്ച് അദ്ദേഹം എപ്പോഴും ആവർത്തിച്ച് ചിന്തിക്കുകയാണ്. എനിക്ക് വിക്കലുണ്ട്, അതുകൊണ്ട് എന്റെ പ്രസംഗം ശരിയാവില്ല, എന്റെ പ്രസംഗം മോശമാവും, വിക്കലുള്ള ആൾക്ക് പ്രസംഗം പറ്റില്ല. അങ്ങനെ ആൾ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ EMS എന്ന് പറയുന്ന ആ 3 അക്ഷരം നമ്മൾ കേൾക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിക്കലോട് കൂടിയിട്ടുള്ള ആ പ്രസംഗം കേൾക്കാൻ ആളുകൾ കാതു കുറിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുറവിനെ അദ്ദേഹം ഒരിക്കലും ഒരു കുറവായി കണ്ടില്ല എന്നുള്ളതാണ്. ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് നോക്കാം. അലക്സാണ്ടർ ചക്രവർത്തി വെറും 5 അടി 2 ഇഞ്ച് ഉയരമുള്ളൂ. അദ്ദേഹമാണ് 1000-കണക്കിന് 10,000-കണക്കിന് പട്ടാളക്കാരെ അല്ലെങ്കിൽ മനുഷ്യരെ വിരലിമ നിർത്തിയിട്ടുള്ള ഒരു ചക്രവർത്തിയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ കുറവുകളെ നമ്മൾ ഫോക്കസ് ചെയ്യാണ്, ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ കഴിവുകളെ, നമ്മുടെ ഉള്ള പോസിറ്റിവിറ്റി കൃത്യമായിട്ട് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പറയും, സ്ട്രെങ്ത്, വീക്ക്നെസ്. നമുക്ക് ശക്തിയുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് വീക്ക്നെസ് ഉണ്ട്. നമ്മൾ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും നമ്മുടെ വീക്ക്നെസ്സിനെ, കുറവുകളെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ കുറവുകളെ പരിഹരിക്കാൻ അവിടെ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ആ തടസ്സങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാം, അവിടെ ഏതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ. ഇവിടെ നമ്മുടെ ഈ ബിസിനസ്സിൽ, നമ്മുടെ ടീം വർക്കിലൂടെ നമുക്ക് ഏത് തടസ്സങ്ങളെയും ഏത് നിങ്ങളുടെ കുറവുകളെയും പരിഹരിക്കാൻ കഴിയുന്നുള്ളതാണ്. കാരണം ഇതിൽ ടീം വർക്കാണ്. നമുക്ക് എന്താണ് ഒരു കഴിവുള്ളത് അത് ടീമിലേക്ക് ഉപയോഗിക്കുകയും എന്താണ് കുറവുള്ളത് അത് ടീമിൽ നിന്ന് സ്വീകരിക്കാനും കഴിയുന്നതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് കടന്നു വരുന്ന ഒരു വ്യക്തി, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ഒരു വാചകം പറയും, ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാനുള്ള ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും ലളിതമായ ഒരു ആശയമാണ് ഡയറക്ട് സെല്ലിംഗ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഇവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെയും കഴിവ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ അല്ല, ആ വ്യക്തിയുടെ ടീമിന്റെയാണ്. അപ്പൊ മനോജ് സാറിന്റെ കഴിവ് എന്ന് പറയുന്നത് മനോജ് സാർ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ടീമിലുള്ള 10,000-കണക്കിന് ആളുകളുടെയാണ്. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ആശയത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ആവേശഭരിതരാവും. ഈ ബിസിനസിന് വേണ്ടി നിങ്ങളുടെ സമയത്തെ നിങ്ങൾ 100% ഉപയോഗിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഒട്ടനവധി കഴിവുകൾ പുറത്തേക്ക് വരുന്ന കാണാൻ പറ്റും. ഇവിടെ ടീം വർക്കില് നമ്മൾ കഴിവുള്ളവനായി മാറാൻ ചെയ്യേണ്ടത് എന്താണ്? ഞാനിപ്പോ 0 ആണ്. ഇന്നിപ്പോ കടന്നു വന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറയും, എനിക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ അറിയില്ല, ഇതിന്റെ പേരുകൾ എന്നെ കടിച്ചാൽ പൊട്ടുന്നില്ല. ആദ്യമായിട്ട് നിയോഡൈമിയം എന്ന് കേട്ടപ്പോ ഞാൻ എന്താണ് ഈ സംഭവം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക, നമ്മൾ ആശ്ചര്യപ്പെട്ടതാണ് പല ആളുകളും. കൃത്യമായിട്ട് അത് പറയാൻ പോലും ചിലപ്പോ നമുക്ക് പറ്റുമായിരുന്നില്ല. നിയോഡൈമിയം എന്താണ്? ബയോമാഗ്നറ്റിസം, അങ്ങനെയുള്ള കുറെ വാക്കുകൾ നമ്മൾ കേട്ടു. ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്കത് വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നാം. ഇവിടെ ഏതൊരു കഴിവും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ കോശങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്, നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്നത് നമുക്ക് കഴിവുണ്ടായി മാറാൻ ഏത് കാര്യത്തിലാണോ? പ്ലാൻ പറയുന്ന കാര്യത്തിലാണോ? ഇനി ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യത്തിലാണോ? പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിലാണോ? ഏത് കാര്യത്തിലായിക്കോട്ടെ, ഈ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന, ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന ഏതൊരു കഴിവും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം, റിപ്പീറ്റ് എവറി ആക്ഷൻ ഇൻ മാക്സിമം ടൈം. എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന നിങ്ങളുടെ ഏത് കുറവിനെയും പരിഹരിക്കാൻ ടീം വർക്കിൽ ചെയ്യേണ്ട കാര്യം, റിപ്പീറ്റ് എവറി ആക്ഷൻ, റിപ്പീറ്റ്.
തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. പ്ലാനാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, തുടർച്ചയായിട്ട് പ്ലാൻ പറയുക. ഫോളോ അപ്പ് ആണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത്, തുടർച്ചയായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ആണോ, തുടർച്ചയായിട്ട് അത് ചെയ്യുക. ഏത് കാര്യത്തിലാണോ നമുക്ക് കുറവ് തോന്നുന്നത്, ആ കുറവ് തോന്നുന്ന കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആ കുറവിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ ആദ്യത്തെ ഒരു പ്ലാൻ പറയുകയാണ് ഒരു വ്യക്തിയോട്, അത് 100% പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ 101ാമത്തെ പ്ലാൻ പറയുമ്പോൾ അത് ആദ്യം പറഞ്ഞ പ്ലാനിൽ നിന്ന് വളരെയധികം മാറ്റം വന്നിട്ടുണ്ടാവും. അത് ഏറ്റവും മികച്ച നിങ്ങളുടെ പ്ലാനുകൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടാവും. ഒരു കാര്യമുണ്ട്, 101ാമത്തെ പ്ലാൻ സൂപ്പർ ആവും. പക്ഷേ ആദ്യത്തെ പ്ലാൻ പറഞ്ഞാൽ, രണ്ടാമത്തെ പ്ലാൻ പറഞ്ഞ്, മൂന്നാമത്തെ പ്ലാൻ പറഞ്ഞ്, അങ്ങനെ നമുക്ക് 101ലേക്ക് എത്താൻ പറ്റുള്ളൂ. 101ാമത്തെ പ്ലാൻ ഒരിക്കലും ആദ്യം പറയാൻ പറ്റില്ല. ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. തെറ്റുകൾ ഉണ്ടാവാം, മിസ്റ്റേക്സ് സ്വാഭാവികമാണ്. ആ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ഇവിടെ ശരികളിലേക്ക് എത്തുന്നത്. ഈ ബിസിനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ തോറ്റാണ് ജയിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ തോൽക്കുന്ന വ്യക്തികളാണ് ഏറ്റവും വലിയ വിജയിയായി ഇവിടെ മാറുന്നത്. ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തോറ്റ് ജയിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കൂടുതൽ തവണ തോൽക്കുന്ന വ്യക്തികളാണ് ഏറ്റവും മികച്ച ലീഡറായിട്ട് മാറുന്നത്. നിങ്ങൾ 10 പേരെ കണ്ടുള്ളൂ, ഒരു പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് 1-2 വ്യക്തികളായിരിക്കും ടീം വർക്കിലേക്ക് കിട്ടുന്നുണ്ടാവുക. നിങ്ങൾക്ക് 100 പേരെ കാണാൻ പറ്റുകയാണെങ്കിൽ, 1000 പേരെ കാണാൻ പറ്റുകയാണെങ്കിൽ, 10,000 പേരെ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഓരോ തവണയും ആളുകളെ കാണുമ്പോൾ നമ്മൾ നോ എന്ന് പറയുന്ന വാക്ക്, റിജക്ഷൻ നമ്മൾ അനുഭവിക്കപ്പെടും. അതിനെ സ്വീകരിക്കാൻ, ആ തോൽവിയെ സ്വീകരിക്കാൻ നിങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തയ്യാറായാൽ ഇവിടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈക്കുള്ളിലാണ്, നമ്മുടെ കൈക്കുള്ളിലാണ്. നോകളെ പേടി കൂടാതെ, നോ എന്ന് പറയുന്ന ശബ്ദം നോ അല്ല, അല്ലെങ്കിൽ ഇല്ല എന്നല്ല. ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരാൾ നമ്മളോട് നോ പറഞ്ഞാൽ അതോടെ നമ്മൾ അവസാനിച്ചു എന്നല്ല അർത്ഥം, നമ്മൾ തീർന്നു എന്നല്ല അർത്ഥം. നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, അടുത്തൊരാളെ കാണാനുള്ള അവസരമുണ്ട് എന്നാണ് അർത്ഥം. നോയെ പോസിറ്റീവായി കാണാൻ നമ്മൾ പഠിക്കണം. നോ ഇസ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. അവിടെ നിരാശനാവേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. അവർ റിജക്ട് ചെയ്തത് നിങ്ങളെയല്ല, നിങ്ങൾ പറഞ്ഞ ആശയത്തെയാണ്. നിങ്ങൾ തിരിച്ചറിയണം, വ്യക്തിയെയല്ല, ആ പറഞ്ഞ കാര്യത്തെയാണ്. ഒരു പക്ഷേ സാഹചര്യം മാറുന്ന സമയത്ത് അവരുടെ അഭിപ്രായം പിന്നീട് മാറാം. അപ്പൊ നോകളെ നമ്മൾ ഒരിക്കലും ടീം വർക്കിൽ പേടിക്കരുത്. നിങ്ങൾ ഈ ബിസിനസ്സിൽ കഴിവുള്ള വ്യക്തിയായി മാറാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടുതൽ തവണ നോ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇന്ന് എത്ര നോ കേട്ടു, ഇന്നലെ എത്ര നോ കേട്ടു, നാളെ എത്ര നോ കേൾക്കും? ഇത് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം. നോകളെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ കഴിവുണ്ടാക്കിയെടുക്കാൻ ചെയ്യേണ്ട കാര്യം റിപ്പീറ്റ് എവരി ആക്ഷൻ. എന്തൊക്കെയാണ്? നമ്മൾ ഒരു വ്യക്തിയെ കൃത്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ ബിസിനസ്സിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നമ്മൾ പഠിച്ചേ മതിയാവും. ഇതൊരു പ്രൊഫഷനാണ്. അതിനെ കൃത്യമായി നമ്മൾ വാല്യൂ കൊടുക്കണം. നമ്മളിതിൽ പണം മുടക്കിയിട്ടില്ല എന്നേ ഉള്ളൂ, കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സുകാരെ പോലെ നമ്മൾ പെരുമാറണം. ഒരു വ്യക്തിയെ കൃത്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുപോലെ ഈ അവസരത്തെക്കുറിച്ച്, ഉൽപ്പന്നത്തെക്കുറിച്ച്, കമ്പനിയെക്കുറിച്ച്, മാർക്കറ്റിംഗ് പ്ലാനെ കുറിച്ച് കൃത്യമായി കോൺഫിഡൻസോട് കൂടിയിട്ട് പ്രസന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പഠിക്കുക എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ആവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ പഠിച്ചിട്ടത് ചെയ്യാൻ പറ്റില്ല, ചെയ്തിട്ടേ ഇത് പഠിക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ നിന്ന് ബൈഹാർട്ടായിട്ട് എത്ര തവണ പ്ലാൻ മനഃപ്പാടമാക്കിയാലും അത് ഫീൽഡിൽ മറ്റു വ്യക്തികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആ കഴിവ് നമുക്ക് സ്വന്തമാവുകയുള്ളൂ. അവിടെ നമ്മൾ എക്സ്പെർട്ട് ആവുകയുള്ളൂ. അതായത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫീൽഡ് എക്സ്പെർട്ടായി മാറുക എന്നുള്ളതാണ്. ഓരോ വ്യക്തികളും, ഈ ബിസിനസ്സിൽ കടന്നു വന്ന ഓരോ വ്യക്തികളും ഫീൽഡ് എക്സ്പെർട്ടായിട്ട് മാറണം. ഒരു വ്യക്തി ഫീൽഡ് എക്സ്പെർട്ടായി മാറണമെങ്കിൽ, അതായത് എന്താണ് ഫീൽഡ് എക്സ്പെർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ,
സെൽഫ് വർക്ക് അപ് ടു എൻഡ്. സെൽഫ് വർക്ക് അപ് ടു എൻഡ്. സ്വന്തമായി എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ചെയ്യാൻ തയ്യാറാവുക, കഴിവുള്ള വ്യക്തിയായിട്ട് മാറും. എന്താണ് ഫീൽഡ് എക്സ്പെർട്ട് ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെൽഫ് വർക്ക് അപ് ടു എൻഡ്. എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ നമ്മൾ കഴിവുള്ള വ്യക്തിയായിട്ട് മാറും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലിസ്റ്റ് ബിൽഡിംഗ് നമ്മൾ സ്വന്തമായിട്ട് ആദ്യം ചെയ്യണം, എങ്കിലേ നമ്മുടെ ടീമിലെ ആളുകൾ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. സ്വന്തം നമ്മുടെ ലിസ്റ്റിലുള്ള ആളുകളെ ഈ ബിസിനസ്സിലേക്ക്, ഈ അവസരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഈ അവസരം കൃത്യമായി പ്രസന്റ് ചെയ്യാൻ നമ്മൾ കഴിവുള്ള വ്യക്തിയായിട്ട് മാറണം. ആദ്യത്തെ 15 or 20 1-to-1 നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്ലൈ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നെല്ലാം കൃത്യമായി ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ അപ്ലൈന്റെ സമീപത്ത് ഇരുന്നു കൊണ്ട് കണ്ടും കേട്ടും മനസ്സിലാക്കണം. അവിടെ നിന്ന് നിങ്ങളുടെ ഡൗൺലൈന് വേണ്ടി ഒന്ന് തുടങ്ങണം. ആദ്യത്തെ പ്ലാൻ, രണ്ടാമത്തെ പ്ലാൻ, മൂന്നാമത്തെ പ്ലാൻ അത്ര നന്നാവണം നിർബന്ധമില്ല. പക്ഷേ ഒരു 10, 15, 20 കഴിയുന്നതോടുകൂടി നിങ്ങൾക്കും മനസ്സിലാവും ഞാനും ഒരു മിടുക്കനാണെന്ന്. ഇവിടെ തെറ്റിയിട്ട് പഠിച്ചവരേ ഉള്ളൂ, തെറ്റാതെ പഠിച്ചവർ ആരും തന്നെയില്ല. അപ്പോ ഒരു ഫീൽഡ് എക്സ്പെർട്ട് ആവുക എന്നതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ഡിസിഷൻ. ഞാൻ ഈ മേഖലയിൽ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫീൽഡ് എക്സ്പെർട്ടായി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് വർക്ക് അപ് ടു എൻഡ്. എല്ലാ കാര്യങ്ങളും, ഐഡിയ അടിക്കുന്ന കാര്യത്തില്, KYC ചെയ്യുന്ന കാര്യത്തില്, പിന്നെടുക്കുന്ന കാര്യത്തില്, ആക്ടിവേഷൻ ചെയ്യുന്ന കാര്യത്തില്, ബാക്കിലുള്ള പണികളാണ്. ഇതിലും നമ്മൾ എക്സ്പെർട്ട് ആവണം. ഇത് പഠിച്ചെടുക്കണം. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ഒന്ന് ശ്രമിച്ചാൽ ആർക്കും സാധ്യമാവും. സ്വന്തമായിട്ട് 1-to-1 പറയാൻ, ഹോം മീറ്റിംഗ് ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. അതിൽ എക്സ്പെർട്ട് ആവണം. അതിൽ മിടുമിടുക്കന്മാരായി നമ്മൾ മാറണം. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ഇത് ഏത് അർത്ഥത്തിലാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല. ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ, അതായത് അവർ ഇപ്പോൾ പണിയെടുക്കുന്ന മേഖലയിൽ പണിയെടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം കൊണ്ട് സാധിക്കാത്ത, അവരുടെ ജീവിതത്തിൽ മാറ്റിവെച്ചിട്ടുള്ള, അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെ, മോഹങ്ങളെ, അവരുടെ കടബാധ്യതകളെ വരും 2 വർഷം കൊണ്ട് 100% അതിന് നിശേഷം കടബാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പല ആളുകളും ഈ മേഖലയിൽ കടന്നു വരിക, അവർക്കൊരു ജോലിയുണ്ട്, ഒരു 15,000, 20,000, 25,000 ശമ്പളമുണ്ട്. ആ ശമ്പളത്തിന് പകരമായിട്ട് ഒരു ജോലിയെ പോലെയാണ് നിങ്ങൾ ഈ ബയോട്ടോറിയത്തിനെ കാണുന്നതെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ് നിങ്ങൾക്കുള്ളതല്ല. അവിടെ കിട്ടുന്നതിന് പകരം ഇവിടെ ഒരു ജോലി പോലെ, അങ്ങനെയാണെങ്കിൽ ആ ജോലി നന്നായി ചെയ്താൽ മതി. ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുക്കണമെന്നില്ല. ഡയറക്ട് സെല്ലിംഗ് നമ്മൾ ഏറ്റെടുക്കുന്നത്, ഈ ബയോട്ടോറിയം നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാരണ ജോലിയിൽ ഒരു മനുഷ്യൻ 10, 20, 30, 40 കൊല്ലം പണിയെടുത്താൽ അവർക്ക് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത, പൂർത്തീകരിക്കാൻ കഴിയാത്ത അവരുടെ ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബയോട്ടോറിയം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അത്തരത്തിലുള്ള മഹത്തായ ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ്സില്, നിങ്ങളുടെ ടീം വർക്കിൽ കഴിവുള്ള വ്യക്തിയായിട്ട് മാറണമെന്ന് ഞാൻ പറഞ്ഞത്. അതിന് ഫീൽഡില് എക്സ്പെർട്ടായി നമ്മൾ മാറണമെന്ന് പറയുന്നു. ഒരു ഫീൽഡ് എക്സ്പെർട്ടായി നമ്മൾ മാറണമെങ്കിൽ സെൽഫ് വർക്ക്, സ്വന്തമായുള്ള നിങ്ങളുടെ പ്രവർത്തനം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് കഴിവുള്ളവനായി നിരന്തരമായ പ്രാക്ടീസിലൂടെ മീറ്റ് ദ പീപ്പിൾ, മോർ മീറ്റ് ദ പീപ്പിൾ, ഇത് മാത്രമാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ. നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിലെ സൊല്യൂഷൻ അത് തന്നെയാണ്. കൂടുതൽ ആളുകളെ കാണുക. നമ്മൾ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, ശ്രദ്ധിക്കൂ, വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ശീലമായാൽ വിജയം നമുക്കൊരു ശീലമാവും. വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ശീലമായാൽ വിജയം നമുക്കൊരു ശീലമാവും. തുടർച്ചയായി വിജയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണമെങ്കിൽ വിജയിക്കാൻ ആവശ്യമായ കുറച്ച് ശീലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്.
ഡെയിലി വർക്ക് എന്നുള്ളത് ഒരു ശീലമാക്കണം. എല്ലാ ദിവസവും പ്രവർത്തനം എന്നുള്ളത് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ശീലമായിട്ട് മാറും. എങ്ങനെയാണ്? ആവർത്തിക്കപ്പെടുന്ന ചിന്തകൾ, അതിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ, അതിലൂടെ ഉണ്ടാകുന്ന പ്രവർത്തികൾ. നിരന്തരമായ പ്രവർത്തികളാണ്, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് നമ്മുടെ ശീലങ്ങളായിട്ട് മാറുക. രാവിലെ എണീറ്റ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം 6 മണിക്ക് ഓട്ടോമാറ്റിക് എവിടെ വരും? സൂം മീറ്റിംഗ്. അത് ശീലമായി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 1-2 വർഷമായിട്ട് രാവിലെ എണീറ്റാൽ പല്ല് തേക്കുന്ന പോലെയുള്ള ഒരു ശീലമാണ് സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാമെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം സൂം മീറ്റിംഗ് ഇല്ലെങ്കിലാണ് അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുക. ഇവിടെ പല ആളുകൾക്കും ഒരു ദിവസം കയറുന്നതാണ് പ്രശ്നമെങ്കിൽ, ഇത് ശീലമായ വ്യക്തിക്ക് ഒരു ദിവസം സൂം മീറ്റിംഗ് ഇല്ലെങ്കിലാണ് പ്രശ്നമായിട്ട് മാറുക. അപ്പൊ വിജയിക്കാൻ ആവശ്യമായ ശീലങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. അതിൽ ഒരു ശീലം നമ്പർ 1, ഡെയിലി വർക്ക്. എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഡെയിലി വർക്ക് എന്ന് പറയുന്ന ഒരു ശീലത്തിലേക്ക് നിങ്ങൾ ഈ ബിസിനസ്സിൽ എത്തണം. എങ്കിൽ മാത്രമേ ശാശ്വതമായ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കാനും ഒരു വിജയിയായി മാറാനും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ റോൾ മോഡലായി മാറാനും നിങ്ങൾക്ക് കഴിയും. കാരണം ഇവിടെ നമ്മളൊരു ലീഡർഷിപ്പ് ബിസിനസ്സാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ലീഡർഷിപ്പ് ബിസിനസിന്റെ അടിസ്ഥാനം നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ടീമിന്റെ റോൾ മോഡലായി മാറുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, പ്രവർത്തിച്ച് കാണിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ റോൾ മോഡലായി മാറണം. നമ്മളൊരു അമിതാഭ് ബച്ചനാണ്, നമ്മളൊരു മോഹൻലാലാണ്, നമ്മളൊരു മമ്മൂട്ടിയാണ് നമ്മുടെ ടീമിന്റെ മുന്നിൽ. നമുക്ക് അങ്ങനെ ആയി മാറാൻ കഴിയണം. ഇപ്പോ മനോജ് സാറിന് മറ്റു മേഖലയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയത്തിലോ ബന്ധുക്കളുടെ ഇടയിലുള്ള സ്ഥാനമല്ല നമ്മുടെ ടീമിന്റെ ഉള്ളിലുള്ളത്. ഇവിടെ അദ്ദേഹം നമ്മുടെ ഒരു ഹീറോ ആണ്, നമ്മുടെ മമ്മൂട്ടി മോഹൻലാലാണ് അദ്ദേഹം. അപ്പോ അങ്ങനെ ഒരു റോൾ മോഡലായി മാറാൻ നമുക്ക് കഴിയണം. അവിടെ ആ റോൾ മോഡലായി മാറുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ടീമിന്റെ ഉള്ളില് കൃത്യമായി സ്വാധീനം ചെലുത്താൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആ ടീമിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. ആ ടീമിന്റെ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ നമുക്ക് കഴിയണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു റോൾ മോഡലായി മാറുക എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ കഴിവുള്ള വ്യക്തിയായിട്ട് മാറണം. നിങ്ങൾ ആ രീതിയിലേക്ക് മാറിയാൽ മാത്രമേ, ഇപ്പോ മനോജ് സാർ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, 45 ലക്ഷം രൂപയുടെ സ്ക്രീൻഷോട്ട്. അത് അപൂർവങ്ങളായ വ്യക്തികൾക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് സാധ്യമാകുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത്, ഞാനും നിങ്ങളും ഉള്ളത്. അദ്ദേഹത്തിന് കിട്ടിയ അതേ അവസരം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അദ്ദേഹം നമ്മളെക്കാൾ ഒരു വർഷോ 2 വർഷം മുമ്പ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. നമ്മുടെ കയ്യിൽ ഈ അവസരം ഇപ്പോൾ കിട്ടുന്നു. ഈ അവസരത്തെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഈ 45 ലക്ഷത്തിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഞാനും ഓരോ ദിവസവും എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ഒരു മാസം 1/2 കോടി രൂപ എന്ന് പറയുന്ന വരുമാനം. അത് ഇന്നോ നാളെയല്ല, ഒരു പക്ഷേ 5 വർഷമോ 10 വർഷം എടുത്താക്കാം. പക്ഷെ ഒരു നാൾ അത് സാധ്യമാകുമെന്ന് പറയുന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ, ആ ലീഡർഷിപ്പിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നമുക്കുള്ള അവസരമാണ്. ഇത്തരത്തിൽ വലിയ സ്വപ്നങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ കൈമുതലായ വ്യക്തികളാണ് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിസ്സാരമായിട്ട് ഏതെങ്കിലും 2 ഫാമിലി ബോണസ്, ഒരു അവയർനെസ് ബോണസ്, ഒരു ശമ്പളം കിട്ടുന്ന പോലെ മാസം 10-20,000 രൂപ, അതിനു വേണ്ടിയിട്ടുള്ള വ്യക്തികളോടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു വലിയ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഈ ബിസിനസ്സിനെ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെൽഫ് വർക്ക് അപ് ടു എൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വിജയിക്കാൻ ആവശ്യമായ ശീലങ്ങൾ സ്വന്തമാക്കണം. ഒന്നാമത്തെ ശീലമാണ് ഡെയിലി വർക്ക്. പഞ്ചശീലകം എന്നാണ് പറയുന്നത്. ഡെയിലി വർക്ക്, അതിലത്തെ ഒരു ശീലമാണ് ഡെയിലി വർക്ക്. രണ്ടാമത്തെ ശീലമാണ് ഡെയിലി കമ്മ്യൂണിക്കേഷൻ. ടീം അംഗങ്ങളുമായി നിങ്ങൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ഗോ ഫോർവേഡ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ടൂളാണ്, ഒരു ഉപകരണമാണ്. അതിനെ ആരൊക്കെയാണോ അതിമനോഹരമായി വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നത് അവർ ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ പോയി. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പവർ. ഈ ബിസിനസിന്റെ പവർ അവിടെയാണ്. നിങ്ങളുടെ ടീം അംഗങ്ങളുമായി കൃത്യമായിട്ടുള്ള ആശയവിനിമയം, പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ, ഇത് ഡെയിലി വേണം. ചില ആളുകളുണ്ട് ഡൗൺലൈൻസിനെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇന്ന് സെയിൽ ഉണ്ടോ, ഇന്ന് എത്ര PV ഉണ്ട്? അതാണ് പല ആളുകളുടെ ചോദ്യം. അവിടെ
അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇന്ന് വരണം. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട്, പരസ്പര ബഹുമാനത്തോടു കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. ആ അപ്ലൈനും ഡൗൺലൈനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ ആണ് ബിസിനസ് കൊണ്ടുവരുന്നത്. നിങ്ങൾ ബിസിനസിന് വേണ്ടി, സെയിൽസിന് വേണ്ടി ഇവിടെ ശ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ നല്ല ആളുകളെ കൂടെ നിർത്തിയാൽ മതി. അവർ നിങ്ങൾക്ക് വേണ്ടി ബിസിനസ് കൊണ്ടുവരും. ബിസിനസ് കൊണ്ടുവരുന്നത് ജനങ്ങളാണ്, വ്യക്തികളാണ്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അവരുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ ഡെയിലി കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. അത് വളരെ പോസിറ്റീവായ പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ ആവണം, ഡെയിലി കമ്മ്യൂണിക്കേഷൻ. അപ്പൊ രണ്ടാമത്തെ ശീലമാണ് ഡെയിലി കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോഗ്രാംസ്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്, മീറ്റിംഗ് പ്രോഗ്രാമുകൾ അത് നിർബന്ധമായും നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ടീമിലെ ആളുകളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കണം. ഡെയിലി പ്രോഗ്രാംസ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള മോർണിംഗ് മീറ്റുകൾ, ട്രെയിനിങ്ങുകൾ, NDOകൾ, പ്രൊഡക്ട് ട്രെയിനിങ്, വർക്ക്ഷോപ്പുകൾ, ഇത്തരത്തിലുള്ള നിരവധിയായ പ്രോഗ്രാമുകൾ നമ്മുടെ ടീം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിലെല്ലാം നിങ്ങളും നിങ്ങളുടെ ടീമിനെ കൊണ്ടും പങ്കെടുപ്പിക്കും. ഇതൊരു ശീലമാണ്. ഈ ബയോട്ടോറിയം എവിടെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ അവിടെ ഞാനുണ്ട്, എന്റെ ടീമുണ്ട്. എവിടെ പ്രോഗ്രാംസ് ഉണ്ടോ അവിടെ ഞാനുണ്ട്, എന്റെ ടീമുണ്ട്. ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു തവണ കേട്ടതല്ലേ, ഒരു തവണ അറ്റൻഡ് ചെയ്തതല്ലേ, അവിടെ കണ്ട കാര്യം കേട്ട കാര്യം തന്നെയല്ലേ പിന്നെയും പറയുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്? പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. അത് അവരുടെ തിരിച്ചറിവിന്റെ കുറവ് കൊണ്ടാണ്. ഇവിടെ ഓരോ ദിവസവും വ്യത്യസ്തമാണ്, ഓരോ സെക്കൻഡ് പുതിയതാണ്. നമ്മൾ അറിവുകൾ നിരന്തരമായി റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന വാക്കുകളും കേൾവികളും കാഴ്ചകളുമാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുക. നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കണ്ടറിയുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വീകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസത്തിന്റെ തോത് കൂട്ടാൻ പ്രോഗ്രാമുകൾ നിങ്ങളെ സഹായിക്കും. വിശ്വാസത്തിന്റെ അളവ് കൂട്ടാൻ പ്രോഗ്രാമുകൾ നിങ്ങളെ സഹായിക്കും. അപ്പൊ ഡെയിലി പ്രോഗ്രാംസ് എന്നുള്ളത് ഡെയിലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളുടെ എനർജി ലെവൽ ഏറ്റവും പീക്ക് ലെവലിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ഓരോ വാക്കുകളും തുളച്ചു കയറാനും, മറ്റൊരാൾ സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ BOP അവതരിപ്പിക്കുന്ന സമയത്ത്, ഈ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാനും അത് സഹായിക്കുന്നതാണ്. കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. ഞാനൊരു കാര്യം മറ്റൊരാളോട് പറയുന്ന സമയത്ത് അവർ ഏത് രീതിയിൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്ന രീതിയാണ് പറയുന്ന കാര്യത്തെക്കാൾ ഇമ്പോർട്ടൻസ്. അപ്പൊ പറയുന്ന രീതി എന്ന് പറയുന്നത് എനർജറ്റിക് ആവുക, കോൺഫിഡൻസോട് കൂടി ആവുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പറയും, ഉറക്കെ പറയുക, ഉറപ്പിച്ചു പറയുക, ഉറപ്പാക്കി പറയുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉറക്കെ പറയുക, ഉറപ്പിച്ചു പറയുക, ഉറപ്പാക്കി പറയുക. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ടെന്നും ഞാൻ പറയുന്ന കാര്യം 100% ആത്മാർത്ഥതയോടെയാണെന്നും കേൾക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യുമ്പോഴാണ്, അവർ കേൾക്കുമ്പോഴല്ല, ആ കാര്യം അവർക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഒരു പ്രോഗ്രാമിന് വരാം, ഞാൻ ഈ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യാം. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഒരു വ്യക്തി എടുക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം അവർക്ക് ഫീൽ ചെയ്യുമ്പോഴാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ശീലം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ശീലം ഡെയിലി വർക്ക്, രണ്ടാമത്തത് ഡെയിലി കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തത് ഡെയിലി പ്രോഗ്രാംസ്. ഇനി 4ാമത്തെ ശീലം, നിങ്ങളൊരു വിജയായി മാറാൻ, റോൾ മോഡലായി മാറാൻ നിങ്ങൾക്ക് വേണ്ട 4ാമത്തെ ശീലം ഡെയിലി ബിസിനസ് എന്നുള്ളതാണ്. ഡെയിലി ബിസിനസ് എടുക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറണം. കാരണം നമ്മുടെ കമ്പനി ഒരു മാസത്തിൽ 60 കട്ട് ഓഫ് 60 തവണ വരുമാനം തരാൻ തയ്യാറുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നമ്മൾ എത്ര തവണ വരുമാനം വാങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ എന്നോട് ചോദിക്കേണ്ടത്. സ്വയം ഒന്ന് ടോർച്ചടിക്കുക. 60 തവണ വരുമാനം തരാൻ സാധ്യതയുള്ള, വരുമാനം ലഭിക്കുന്ന ഈ മാർക്കറ്റിംഗ് പ്ലാനിൽ നമ്മൾ എത്ര തവണ ഒരു മാസം വരുമാനം വാങ്ങുന്നുണ്ട്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെയിലി ബിസിനസ്, ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ആ ചിന്തയെ പ്രവൃത്തി പദത്തിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചിന്തയെ പ്രവൃത്തി പദത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി
അഞ്ചാമത്തെ ശീലം, ഡെയിലി ഇൻകം. ഡെയിലി ബിസിനസ് ഉണ്ടെങ്കിലേ ഡെയിലി ഇൻകം ഉണ്ടാവും. ഡെയിലി ഇൻകം ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഡെയിലി ഇൻകം, ഡെയിലി വരുമാനം. ഒരു 13 PV എങ്കിലും മാച്ചിങ് ബോണസ്, ഫാമിലി ബോണസ് നമുക്ക് വാങ്ങാൻ നമുക്ക് കഴിയണം, ഏറ്റവും കുറവ്. അപ്പോ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ടീം വർക്കിൽ നിങ്ങൾ ശീലമാക്കിയാൽ നിങ്ങൾ ലോകം അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും. ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ റോൾ മോഡലായി മാറും. ലോകത്തിൽ തന്നെ, ഡയറക്ഷൻ ഇൻഡസ്ട്രിക്ക് തന്നെ, ഈ ബയോട്ടിൽ തന്നെ നമുക്ക് റോൾ മോഡലായി മാറാൻ പറ്റും. ഈ 5 പഞ്ചശീലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനും അത് നിങ്ങളുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് കഴിയാൻ. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യുന്ന പ്രവൃത്തി മാക്സിമത്തിൽ ചെയ്യണം. പല ആളുകളും പിടിച്ചു വെച്ചിട്ടാ ചെയ്യാം, പിന്നെ ആവാം, നാളെ ആവാം. ഒരിക്കലും അങ്ങനെ പാടില്ല. നമ്മൾ കൊടുങ്കാറ്റ് പോലെ ആചരിക്കണം. മാക്സിമം എഫർട്ടിൽ, മാക്സിമം എനർജിയിൽ, മാക്സിമം എഫർട്ടിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണം ഏത് കാര്യം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ താഴ്ന്ന സ്വരത്തിലും വളരെ അക്ഷരങ്ങൾ പറക്കിയും പറയാം. ഇങ്ങനെ തന്നെ ഈ വാചകത്തെ മാറ്റി പറയാം, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കണം. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അവിടെ ആ എനർജി വരുമ്പോൾ മാത്രമേ ആ ഒരു തിരിച്ചറിവ്, ആ ഫീല് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ആ നിങ്ങൾ ലഭിക്കുന്ന ഫീലാണ് പന്നെ മുന്നിൽ ഇവിടെ ഇല്ല. ഉള്ളത് സ്ക്രീനിലാണ്, നിങ്ങളുടെ വീടുകളിലാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ എനർജിയാണ് അത് എത്തിക്കുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പ്രസന്റേഷൻ നിങ്ങൾ കൊണ്ടുവരണം. ആഞ്ഞടിക്കണം, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കണം. ഉയരങ്ങളിൽ നമ്മൾ എത്തണമെങ്കിൽ പ്രവർത്തനങ്ങളിൽ മുഴുകണം. നിരന്തരമായ പ്രവർത്തനത്തിന് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഒരിക്കലും നിങ്ങളുടെ പ്രവർത്തനം ക്യാപ്സൂൾ രൂപത്തിലാവില്ല. ക്യാപ്സൂൾ വർക്ക് കൊണ്ട് ഒരിക്കലും നമ്മുടെ വയറ് നിറയില്ല. ഒരു വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ചെയ്തു, അങ്ങനെയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നടത്താനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, ഇൻപുട്ട് ഉണ്ടെങ്കിലേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. എല്ലാ സംവിധാനത്തിലും അങ്ങനെയാണ്. എന്താണോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അതിന് ആനുപാതികമായിട്ടാണ് ഇങ്ങോട്ട് കിട്ടുക. വിതച്ചതേ കൊയ്യാൻ പറ്റും. എന്താണോ നമ്മൾ വിതച്ചത് അതെ നമുക്ക് കൊയ്യാൻ പറ്റും. നെല്ലാണെങ്കിൽ നെല്ല്, അല്ലെ, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, ചോളാണെങ്കിൽ ചോളം. എന്താണോ വിതച്ചത് അതേ കൊയ്യാൻ പറ്റൂ. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയാം, വിതയ്ക്കുന്നതിന് മുമ്പ് ഒരിക്കലും കൊയ്യാൻ സാധ്യമല്ല. വിതച്ചതേ കൊയ്യാൻ പറ്റൂ. ഇനി അടുത്തത്, വിതയ്ക്കുന്നതിന് മുമ്പ് ഒരിക്കലും നമുക്ക് കൊയ്യാൻ സാധ്യമല്ല. ഇനി വീണ്ടും ഞാൻ പറയാണ്, വിതച്ചാലേ കൊയ്യാൻ പറ്റും. നിങ്ങൾ എന്താണ് നിങ്ങൾ വിതയ്ക്കുന്നത്? നിങ്ങളുടെ ടീമിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ നമ്മൾ കൊടുക്കേണ്ടത് കോടികളല്ല. ഇവിടെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ടൈം, എനർജി. നമ്മുടെ സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ എനർജിയാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ടൈം ആൻഡ് എനർജി. ഇത് ഏറ്റവും നല്ല രീതിയിൽ ആര് ടീമിലേക്ക് കൊടുക്കുന്നു അവർ ഇവിടെ വിജയമായിട്ട് മാറും. എന്റെ അധ്വാനം, ടീമിന്റെ അധ്വാനം, തുടക്കത്തിൽ എന്റെ അധ്വാനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം എന്നിലൂടെയാണ് എനിക്ക് ടീം ഉണ്ടാവുന്നത്. എന്റെ അപ്ലൈൻ അല്ല എനിക്ക് ടീം ഉണ്ടാക്കി തരുന്നത്, അപ്ലൈന്റെ സഹായത്തോടു കൂടി ഞാനാണ് ടീം ഉണ്ടാക്കുന്നത്. ഈ ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവാം. എന്നിലൂടെ, എന്റെ അധ്വാനത്തിലൂടെയാണ് എന്റെ ടീം വളരുന്നത്. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറായാൽ ടീമിന്റെ അധ്വാനം നിങ്ങൾക്ക് 10 മടങ്ങായി തിരിച്ചു കിട്ടും. നിങ്ങൾ 1 മണിക്കൂർ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീമിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരും 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ 101 മണിക്കൂറിന്റെ ടോട്ടൽ വർക്കിംഗ് അവർ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇവിടെ അത്യാവശ്യം ചെറിയ ചെലവുകൾ നമുക്ക് വരാറുണ്ട്, ഇല്ലേ? ടൈം, എനർജി, അതിന്റെ കൂടെ എന്തുകൂടി പറയേണ്ടതായിട്ട് വരും. മണി, പെട്രോൾ അടിക്കണം, ഭക്ഷണം കഴിക്കണം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ട അത്യാവശ്യം ചെലവുകൾ നമുക്ക് വരാറുണ്ട്. ഇവിടെ ഇത്തരത്തില് ഈ ചെലവുകളെ കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം Day 1 മുതൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്ന് വരുമാനം ഉണ്ടാക്കാം. അവിടെ ഇനി നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന
റീറ്റെയിലിംഗ് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ഇന്നലെ തന്നെ നമ്മുടെ ടീമിലെ ഒരു വ്യക്തി, കണ്ണാടി ചന്ദ്രൻ സാർ എന്ന് പറയുന്ന പാലക്കാട് ഒരു വ്യക്തി അൾട്രാവർ കമ്പനിയിൽ നിന്ന് വന്നു. അപ്പൊ തന്നെ അത് കൊടുത്തു, 3000 രൂപയ്ക്ക് കൊടുത്തു, 1400 രൂപ കയ്ക്ക് കൊടുക്കാൻ ആൾ പ്രോഫിറ്റ് വാങ്ങി. അപ്പോ ആൾക്ക് ഒരാഴ്ചയ്ക്ക് പെട്രോൾ അടിക്കാനുള്ള കാശായി. ഇനി റീറ്റെയിലിങ്ങിന് അനന്തമായ ഒരു സാധ്യത നമ്മുടെ മുന്നിൽ വരികയാണ്. ഏത് സമയത്തും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യത, അതാണ് റീറ്റെയിലിംഗ്. പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നാ പറയാ. അതല്ല, പാടത്ത് പണി അപ്പൊ തന്നെ പാടത്ത് വെച്ചിട്ട് കാശ് വാങ്ങാന്ന് പറഞ്ഞ പോലെ റീറ്റെയിലിംഗ് ചെയ്യുന്നു, നമ്മൾ വരുമാനം വാങ്ങുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ കൊച്ചു കൊച്ചു തുട്ടുകൾ, നാണയ തുട്ടുകൾ ഇടുന്നു, 2000-ന്റെ നോട്ടുകൾ പറക്കിയെടുക്കും. അതാണ് പുട്ട് കോയിൻസ് ടേക്ക് ഡോളേഴ്സ് എന്ന് പറയും. ഇവിടെ നിങ്ങൾ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടത്, വാട്ട് ആർ ദ അവൈലബിൾ വർക്കിംഗ് അവർ. നിങ്ങളുടെ ഈ ബിസിനസ്സിലെ എത്ര സമയമാണ് നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്? നിങ്ങൾക്ക് എത്ര സമയം? നിങ്ങളുടെ മണിക്കൂർ ടീമിന്റെ പ്രവർത്തന മണിക്കൂർ, നിങ്ങളുടെ പ്രവർത്തന മണിക്കൂർ ടീമിന്റെ ടോട്ടൽ പ്രവർത്തന മണിക്കൂർ. ഇത് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസവും നിങ്ങളുടെ പ്രവർത്തന മണിക്കൂർ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, നമ്മൾ ഏകദേശം 6:55 ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ക്ലോസിംഗിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ഇതൊരു പാൽപ്പായസം, ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന പാൽപ്പായസം ഇതൊരിക്കലും കോളാമ്പിയിൽ നിങ്ങൾ വിളമ്പരുത്. ഇവിടെ നമ്മൾ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പറയുക എന്നുള്ളതാണ്. ഈ പാൽപ്പായസം ഒരിക്കലും കോളാമ്പിയിൽ വിളമ്പരുത്. അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് ഏറ്റവും മാന്യമായ സ്ഥലത്ത് മാന്യമായി വസ്ത്രദാനം ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് വാല്യൂ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കണം. അർഹതയുള്ള ആളുകളോട് സംസാരിക്കണം. ഈ ബിസിനസിന്റെ വാല്യൂ ഉയർത്തേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. അത് ആ തിരിച്ചറിവോടുകൂടി വേണം ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി അടുത്തൊരു പോയിന്റ്, ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വെള്ളം തിളയ്ക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വെള്ളം തിളയ്ക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. നമ്മളിൽ പല ആളുകളും അങ്ങനെയാണ്. ഗ്യാസ് ഒന്ന് തുടങ്ങി, പ്രവർത്തനയ്ക്കൊന്ന് തുടങ്ങി, 5-10 പേരടങ്ങുന്ന ഒരു ടീമായി. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഇനി അവര് ആണ് പ്രവർത്തിച്ചോളും, നമ്മൾ വീട്ടിലിരുന്നാൽ എല്ലാ ദിവസവും ഫാമിലി ബോണസ് അക്കൗണ്ടിലേക്ക് വരും. ആ ചിന്ത തെറ്റാണ്. അതൊരിക്കലും സാധ്യമല്ല. അത് ഗ്യാസ് ഓഫ് ചെയ്യരുത്. നിങ്ങളാകുന്ന ഗ്യാസ് ഒരിക്കലും അവിടെ ഓഫ് ചെയ്യരുത്. അതാണ് ആ ടീമിന്റെ, ആ കൊച്ചു ടീമിന്റെ ഇന്ധനം. അവിടെ മാക്സിമം സമയത്തെയും എഫർട്ടും നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വളർച്ച. നമ്മുടെ ഓപ്പർച്യൂണിറ്റി, ബിസിനസ് അവസരം കോൺഫിഡന്റ് ആയി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി അവരോട് സംസാരിക്കുന്ന ഒരു ഫീലാണ് അവർക്ക് കിട്ടേണ്ടത്. അവർക്ക് വേണ്ടി അവരോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി അവരോട് സംസാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആവരുത് നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കേണ്ടത്. അവർക്ക് വേണ്ടി, അവരുടെ ആരോഗ്യത്തിലും വരുമാനത്തിലും ഒരു ഗുണം കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. ഒരിക്കലും തണുത്ത് മരവിച്ച ഒരു പ്രസന്റേഷൻ നിങ്ങൾ നൽകരുത്. എനർജി ഇല്ലാത്ത ഒരു പ്രസന്റേഷൻ ഒരിക്കലും നിങ്ങൾ നൽകരുത്. തണുത്ത് മരവിച്ചതാവരുത്. ഒരു ഏറ്റവും ലോയലായ, ഏറ്റവും നല്ല തുളച്ച് കയറുന്ന, അവരുടെ ഹൃദയത്തെ തുളച്ച് കയറുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും നിങ്ങൾ ഒരു വ്യക്തിയോട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടത്. വീണ്ടും ഒരു വാചകം കൂടി ഞാൻ പറയാണ്, ബെഗിങ്ങും ഫോഴ്സിങ്ങും നിങ്ങളുടെ ടീമിനെ സ്ട്രക്ക് ആക്കും. ബെഗിങ്, ഇരക്കുക, നീ ഒന്ന് ചേരുവോ, എനിക്ക് അപ്പുറത്തെ ഒരാളായിട്ടുണ്ട്, നീ ഒന്ന് ചേർന്നാൽ. അങ്ങനെ നമ്മൾ ഒരിക്കലും ഇരക്കരുത്. ബെഗിങ്, അതുപോലെ തന്നെ ഫോഴ്സിങ്. നമുക്ക് പവറുള്ള സ്ഥലത്ത് നിർബന്ധ ബുദ്ധിയെ തെറ്റിദ്ധാരണ വരുത്തി നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരാളെ കൊണ്ടുവരിക, ഇത് രണ്ടും ടീമിനെ സ്ട്രക്ക് ആക്കും. നിങ്ങൾക്ക് ടീം പ്രവർത്തനം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, ശരിയായ രീതിയിൽ നിങ്ങളുടെ ടീം വർക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, റീചെക്ക് ചെയ്യുക നിങ്ങൾ നടത്തുന്ന പ്രവർത്തന രീതി. നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതാണ് ഞാൻ റോൾ മോഡലായി മാറാനുള്ള ഏറ്റവും വലിയ മാർഗം. നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഈ ബയോട്ടോറിയം ബസിന്റെ ഡ്രൈവറുടെ സീറ്റിൽ നിങ്ങൾ ഉണ്ടാവണം. കിളിയുടെ സീറ്റിലല്ല, ആ സൈഡ് സീറ്റിൽ കയറി ഉറങ്ങലല്ല. ഇത് മനോജ് സാർ കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കൊണ്ടുപോകുള്ളൂ. അവര് ഡ്രൈവ് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളാകുന്ന നമ്മുടെ ടീമിന്റെ ഡ്രൈവർ ഞാനായിരിക്കണം. ആ ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിരിക്കണം. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയൂ, നിങ്ങൾ ഓണർഷിപ്പ് ഏറ്റെടുത്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ടീം വളരില്ല.
നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ടീം വളരില്ല. വീണ്ടും നിങ്ങൾ തിരിച്ചറിയാം, ബോർഡ് വയ്ക്കാത്ത ബസ്സില് ആരും കയറാറുമില്ല. നമ്മൾ ഈ ബസ്സിനെ കുറിച്ചാണ് പറഞ്ഞു. നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ ചെല്ലുകയാണ്, നിങ്ങൾക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഒരുപാട് ബസ്സുകൾ കിടക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു AC ബസ്, ഏറ്റവും ഭംഗിയുള്ള ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ആ ബസ്സിന് ബോർഡില്ല, എനിക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ്. അപ്പുറത്ത് ഒരു നീല ബസ് കിടക്കുന്നുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞൊരു ബസ്, അതും എന്തുണ്ട്, തിരുവനന്തപുരം. ഞാൻ ഈ ഭംഗിയുള്ള ബസ്സിൽ കയറോ, തിരുവനന്തപുരം ബോർഡ് വെച്ച ബസ്സിൽ കയറും. എന്റെ ലക്ഷ്യം തിരുവനന്തപുരത്തേക്ക് ആയതുകൊണ്ട് ഞാൻ തീർച്ചയായും ബോർഡുള്ള ബസ്സിലേക്ക് കയറും. എന്ന് പറഞ്ഞ പോലെ ഈ ബയോട്ടോണിയം എന്ന് പറയുന്ന ഈ ബിസിനസ്സിൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ള ബോർഡ് നിങ്ങളുടെ നെറ്റിയിൽ, നിങ്ങളുടെ മുഖത്തു നിന്ന് നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് വായിച്ചറിയാൻ സാധിക്കണം. നിങ്ങളുടെ ബോർഡ് കൃത്യതയുണ്ടെങ്കിൽ, വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളോടുകൂടെ നിങ്ങളുടെ ടീം അംഗങ്ങൾ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ ബോർഡ് വെക്കാൻ തയ്യാറാണ്. എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, നിങ്ങളുടെ ലീഡർഷിപ്പ് എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരും, അടുത്ത 3 വർഷത്തിനുള്ളിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണം ഉണ്ടാവും, ഞാൻ ഏത് റാങ്കിൽ അച്ചീവ് ചെയ്യും, ഏത് വാഹനം ഉപയോഗിക്കും, ഏത് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും എനിക്ക് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ വയ്ക്കുന്ന നിങ്ങളുടെ ആ ബോർഡാണ് നിങ്ങളുടെ കൂടെ ആളുകൾ കൂടിച്ചേരാനും നിങ്ങളെ വലിയ വിജയിയായി മാറ്റാനും സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ പഞ്ചശീലങ്ങൾ ശീലമാക്കുക, അതിലൂടെ കഴിവുള്ള വ്യക്തിയായി മാറുക, അതിലൂടെ നിങ്ങൾ റോൾ മോഡലായി മാറുക, നിങ്ങൾ ലീഡർഷിപ്പ് ഏറ്റെടുക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ ആ ബോർഡ് ക്ലിയർ ആക്കുക. വല്ല ചെളിയും കരിയൊക്കെ ഉണ്ടെങ്കിൽ, എഴുത്ത് ക്ലിയർ അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കുക. വായ് ഞാൻ എന്തിനു വേണ്ടി ഈ ബയോട്ടോറിയം ചെയ്യണം, എന്തിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്റെ സമയത്ത്, എന്റെ കഴിവിനെ, എന്റെ എഫർട്ടിനെ ഏത് രീതിയിലാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്, ഒന്നുകൂടെ ഞാൻ ബെറ്റർ ആവാനില്ലേ, എന്റെ കുറവുകൾ എന്തൊക്കെയാണ്, എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എന്റെ ഈ കുറവുകൾ എങ്ങനെ എനിക്ക് മറികടക്കാൻ സാധിക്കും, ഏതെല്ലാം ഭാഗങ്ങളാണ് എന്നിൽ നിന്ന് മുറിച്ചു കളയേണ്ടത്, എന്തൊക്കെയാണ് എന്നിലേക്ക് ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ ആ ലീഡർഷിപ്പ് മാറ്റം വരുമ്പോൾ മാത്രമേ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ക്ലാരിറ്റി കിട്ടുമ്പോൾ മാത്രമേ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും 7 മണിയായി. അപ്പൊ ഞാൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വലിയ വിജയങ്ങൾ നേർന്നുകൊണ്ട് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെയിലിംഗ് കമ്പനിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ നിങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ച് അണിചേർന്നുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ആരോഗ്യവും സമ്പാദ്യവും ഒരുമിച്ച് നമുക്ക് നൽകാം എന്നുള്ള വാഗ്ദാനം ഒരുമിച്ചെടുത്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നേക്ക് പിരിയാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഓൾ. ജയ് ഈ ബയോട്ടോറിയം, ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. താങ്ക് യു സുരേഷ് സാർ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതായത് ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പല നെറ്റ്വർക്കുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷെ ഈ ബയോട്ടോറിയം ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വിശദമായിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് ഏത് ലെവലിലുള്ള അറിവുകൾ വേണമെങ്കിലും ദിവസേന നമുക്ക് 1 രൂപ ചെലവില്ലാതെ മനോജ് സാറ് കാശ് ചെലവാക്കിക്കൊണ്ട് നമുക്ക് തരുന്നുണ്ട്. അത് കരസ്ഥമാക്കാനാണ് നമ്മൾ ഈ സൂമിൽ രാവിലെ കയറുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഞാനത് സൂമിൽ എന്റെ പ്രോഗ്രാമിൽ പറയേണ്ട കാര്യം ഞാൻ ഇതിനകത്ത് പറയുകയാണ്. നമ്മൾ ഇതിനകത്ത് കയറുന്ന ആളുകൾ, അതായത് 6 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് ഇരുന്നിട്ട് ഈ സൂമിൽ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി അത് ക്യാച്ച് ചെയ്യില്ല. അതിന്റെ ഒരു കാരണമുണ്ട്. നമ്മുടെ ശരീരം, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ശരീരത്തിൽ നിന്നും ആ ഹോർമോൺ, അതായത് മെലട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ഉൽപാദനം അവിടെ നിന്നിട്ട് വേണം നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് എനർജിക്ക് വേണ്ടുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് നമ്മുടെ സാധാരണ ദിനചര്യകൾ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ശരീരത്തിനകത്ത് ഉണ്ടാവുക. അങ്ങനെ വേണം നമ്മൾ നേരത്തെ എഴുന്നേറ്റ്, അതായത് നേരത്തെ എഴുന്നേക്കാൻ ടൈമിംഗ് ഒന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് എല്ലാവരുടെ കാര്യത്തിനകത്തൊരു ഇതൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ടൈമിങ് വേണം. നമ്മളൊരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലെങ്കിലും, ലേഡീസ് അടക്കമാണ് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ, അതായത് ലേഡീസ് അടക്കം ആണ് ഞാൻ പറയുന്നത്, നമ്മൾ വീട്ടിലെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു 1/2 മണിക്കൂർ ചെലവഴിച്ചെങ്കിലാണ് നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് ഇന്ന് രാവിലെ കിട്ടേണ്ടതായിട്ടുള്ള ഒരു 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 ശക്തി,
അറിവ് അത് കിട്ടാനുള്ള ഹോർമോൺ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുള്ളൂ. അതല്ലെങ്കിൽ നേരം വെളുത്ത് എഴുന്നേറ്റ് ദിനചര്യ ഒന്നും ചെയ്യാതെ ഇത്തിരി വെള്ളം കോരി മുഖത്തൊഴിച്ച് വന്നിരുന്ന് കാണിട്ട് ഞാനടക്കം മണി പറയുന്നത് ഒരാളെ കുറ്റം പറയുന്നതല്ല. അതായത് നമ്മളിത് കേൾക്കും പോകും. ഇപ്പൊ ഈ സുരേഷ് സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം. അപ്പോ നമ്മൾ അതിനകത്തൊരു ശീലം നമ്മൾ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാൻ. എങ്കിലും നമ്മുടെ ഒക്കെ മെമ്മറിയിൽ ഇത് ക്യാച്ച് ചെയ്യുള്ളൂ, എങ്കിലും നമ്മൾ വിജയിക്കുള്ളൂ. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, അതായത് ബിസിനസിന്റെ പ്ലാൻ ആയാലും ഒരു നെറ്റ്വർക്കർ എങ്ങനെയാണെന്നും ഇതിന്റെ ഈ പ്രോഡക്റ്റിന്റെ സയൻസും ഒക്കെ പറയാനായിട്ട് ഇതിനകത്തിരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ആരും പറയാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കാറില്ല. സുരേഷ് സാറിന്റെ ആ ഒരു ഊർജം കണ്ട, ആ ഊർജം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോ നമ്മളെല്ലാവരും ഇതിനകത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ആളുകളാണ് നമ്മൾ ഇതിനകത്ത് ഈ രാവിലെ എഴുന്നേറ്റ് കയറിയിരിക്കുന്നത്. അത് നമ്മൾ അതിന്റെ സ്ട്രിക്റ്റായ രീതിയിൽ ചെയ്യുമെങ്കിലാണ് നമുക്ക് അതിന്റെ ഗുണം കിട്ടുക. അതല്ലെങ്കിൽ നമ്മൾ 5 വർഷം ചെയ്താലും 10 വർഷം ചെയ്താലും നമ്മൾ വിജയിക്കില്ല. അപ്പോ ഇന്നത്തെ സൂം കേൾക്കാത്ത ആളുകള് വളരെ ഭാഗ്യം പറഞ്ഞ ആളുകളായിട്ട് ഞാൻ പറയുള്ളൂ. അത്ര നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു സുരേഷ് സാർ നമുക്ക് പ്രസന്റ് ചെയ്തത്. അപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പൊ സുരേഷ് സാറിന് നമ്മുടെ ഈ ടീമിൽ ഇന്ന് എത്തിയിരിക്കുന്ന എല്ലാവരും പേരിൽ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട്, ഇന്നത്തെ ഇപ്പൊ മനോജ് സാറും ബിസിയാണ്, അഭിലാഷ് സാറും ബിസിയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒരു കുടക്കീഴിലാണ്. നമുക്ക് വരുമാനം വേണമെങ്കിൽ നമ്മൾ സ്പോർട്ടിലേക്ക് ഇറങ്ങുക, ഫീൽഡിലേക്ക് ഇറങ്ങുക. ഇറങ്ങെങ്കിലാണ് ഈ പറയുന്ന ഒരു ദിവസം നമുക്ക് കിട്ടുന്ന വരുമാനം. സുരേഷ് സാർ പറഞ്ഞു 45 ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു പ്ലാനുള്ള കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്റെ കുടുംബാംഗങ്ങളെ. അപ്പൊ നമ്മളെല്ലാവരും ഒരേപോലെ വിജയിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം അതിന്റെ പേജായിട്ട് അറിയിക്കും.